ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചു. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പെയിനിൻ്റെ കാർലോസ് അൽക്കാരസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് പരാജയപ്പെടുത്തിയത്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനിക്ക്. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ജാസ്മിൻ പൗളിനിക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. ഫൈനലിൽ അമേരിക്കയുടെ കൊക്കോ ഗാഫിനെയാണ് ജാസ്മിൻ പരാജയപ്പെടുത്തിയത്. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. പ്രമുഖ ജാവലിൻ താരം നീരജ് ചോപ്രയ്ക്ക് ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി നീരജ് ചോപ്ര. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ബംഗ്ലാദേശിനെ 4-3 കീഴടക്കി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. അരുണാചൽ പ്രദേശായിരുന്നു സാഫ് അണ്ടർ 19 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് വേദി. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രഗ്യാനന്ദ ചാമ്പ്യൻ. സൂപ്പർ ക്ലാസിക് ചെസ്സിൽ ഇന്ത്യയുടെ ആർ പ്രഗ്യാനന്ദ ചാമ്പ്യൻ. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ശ്രീലങ്കൻ താരം ഏഞ്ചലോ മാത്യൂസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. ജിമ്മി കോണേഴ്സ്, റോജർ ഫെഡറർ എന്നിവർക്ക് ശേഷം പുരുഷ ടെന്നീസിൽ 100 കിരീടങ്ങൾ നേടിയ താരമായി നൊവാക് ജോക്കോവിച്ച്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.